പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹൗവയുടെ അനുസരണക്കേടിൻ്റെ ബന്ധനം മറിയത്തിൻ്റെ അനുസരണം വഴി അഴിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. വിശുദ്ധ ജസ്റ്റിൻ പറഞ്ഞു, കന്യകയായിരുന്ന ഹൗവ സർപ്പത്തിൽ വിശ്വസിച്ച് ദൈവാജ്ഞ ലംഘിക്കുകയും പാപത്തിൻ്റെ മാതാവായി തീരുകയും ചെയ്തു. എന്നാൽ കന്യകാമറിയമാകട്ടെ മാലാഖയുടെ വാക്കുകൾ വിശ്വസിച്ച് ജീവന്റെ മാതാവായി തീർന്നു. വിശുദ്ധ പ്രേം, നമ്മുടെ രക്ഷയുടെ ഉപകരണമായി തീരുന്നതിനു വേണ്ടി ദൈവം മറിയത്തെ സകല കന്യകകളിൽ നിന്നും തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. വിശുദ്ധ അംബ്രോസ് പറയുന്നു, മറിയം ലോകത്തിൻ്റെ രക്ഷകനെ പ്രസവിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ദൈവത്തോട് മനുഷ്യവർഗത്തെ രക്ഷിപ്പിക്കുന്ന ക്രിസ്തുനാഥന്റെ രക്ഷാകര ദൗത്യത്തിൽ ഈശോയോട് പങ്കുചേർന്നതിനാൽ സകരക്ഷകയും ക്രിസ്തുനാഥനോട് ചേർന്ന് വരപ്രസാദം സകല മനുഷ്യർക്കും വിതരണം ചെയ്യുന്നതുകൊണ്ട് മധ്യസ്ഥയുമാണ്. ദൈവസുതന്റെ മാതാവാകുവാൻ സമ്മതം നൽകിയും അതീവ സഹതാപത്തോടെ അവിടുത്തെ സഹനത്തിൽ പങ്കുചേർന്നുമാണ് മറിയം ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്നത്. ദൈവമക്കളെ, നാം പരിശുദ്ധ അമ്മ നൽകിയ ജപമാല ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ അമ്മയോടൊത്ത് പങ്കുചേരുകയാണ്. അത് നമ്മെയും കുടുംബങ്ങളെയും ലോകത്തെയും കൂടുതലായി വിശുദ്ധീകരിക്കും. സാത്താൻ പദ്ധതികൾ തകർക്കും. ധാരാളമായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.